100 കൂട്ടം പ്രശ്നങ്ങളാണ് മോദി ഭരണത്തിന് കീഴിൽ ഇപ്പോൾ ഇന്ത്യ നേരിടുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയാണ് നേരിടുന്നത്. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും അതിരൂക്ഷമായി തുടരുകയാണ്. ജനങ്ങളുടെ വരുമാനം കഴിഞ്ഞ 10 വർഷമായി അല്പം പോലും വർദ്ധിക്കാതെ മുരടിച്ചിരിക്കുകയാണ്. എന്നാൽ ഇന്ത്യയിലെ ഗോദി മീഡിയകൾക്കൊന്നും ഇത് വാർത്തയേയല്ല. അവർ പ്രൈം ടൈമിൽ 100 കണക്കിന് ചർച്ചകൾ നടത്തുന്നത് രോഹിത് ശർമ്മ ഓവർവെയ്റ്റ് ആണ് എന്ന് ഷമ മുഹമ്മദ് പറഞ്ഞതിനെ കുറിച്ചാണ്. കഴിഞ്ഞ 10 വർഷത്തെ മോദി ഭരണത്തിന് കീഴിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച കുത്തനെ കീഴോട്ടായിരുന്നു. ഇന്ത്യൻ സാമ്പത്തിക രംഗം ഇതുവരെ അല്പമെങ്കിലും പിടിച്ചു നിന്നതിന് ഒരേ ഒരു കാരണം ലോകോത്തര സാമ്പത്തിക വിദഗ്ധനായ ഡോക്ടർ മൻമോഹൻ സിംഗ് ഇട്ട അടിത്തറയാണ്. എന്നാൽ ഇപ്പോൾ മോദിയുടെ ഭരണം 11 വർഷം പിന്നിടുമ്പോൾ യാഥാർത്ഥ്യം പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും വലിയ പ്രതിസന്ധി രാജ്യം നേരിട്ടിട്ടേയില്ല. സാധാരണയായി മാധ്യമങ്ങളെല്ലാം ഈ പ്രശ്നങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. എന്നാൽ ആരും ശ്രദ്ധിക്കാതെ അവിടെ ഇവിടെ ഓരോ വാർത്തകൾ കൊടുക്കുന്നതല്ലാതെ ഇത്തരം വലിയ പ്രശ്നങ്ങൾക്ക് ഇന്ത്യയിലെ ഗോദി മീഡിയകൾ ഒന്നും ഒരു പ്രാധാന്യവും കൊടുക്കുന്നില്ല. മോദിയുടെ കീഴിൽ രാജ്യം തകർന്നു എന്ന സത്യം ജനങ്ങൾ അറിയാതെ മൂടി വയ്ക്കുകയാണ് ഗോദി മീഡിയകൾ. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ അവർ തയ്യാറാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി അവർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് രോഹിത് ശർമ്മയെ കുറിച്ച് കോൺഗ്രസ് നേതാവ് ഡോക്ടർ ഷമ മുഹമ്മദ് പറഞ്ഞ കാര്യമാണ്. രോഹിത് ശർമ്മ ഓവർവെയ്റ്റ് ആണ്, ഫിറ്റ്നസിൽ ശ്രദ്ധിക്കണമെന്നാണ് അവർ പറഞ്ഞത്. മോദിയുടെ ദുർഭരണത്തിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നതിന് ഒരു കാര്യം നോക്കി നിന്ന ഗോദി മീഡിയകൾക്ക് വിശന്നു നിന്ന കുഞ്ഞിന് കഞ്ഞി ലഭിച്ചതുപോലെയുള്ള അവസരമാണ് ഇതുവഴി ലഭിച്ചത്. ഓടി നടന്നാണ് അവർ ഡോക്ടർ ഷമ മുഹമ്മദിനെ അവഹേളിക്കാൻ ശ്രമിക്കുന്നത്. അതുവഴി സ്റ്റോക്ക് മാർക്കറ്റിലുണ്ടായ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വീഴ്ച അവർ ജനങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുകയാണ്. ഇവിടെ ഗോദി മീഡിയ ആജ് തക്കിന്റെ മൗഷമി സിംഗ് ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് അവരുടെ പുറകെ ഓടുന്ന കാഴ്ചയാണ് ഇത്. ഗോദി മീഡിയകളുടെ അഭിപ്രായത്തിൽ മുസ്ലിമായ ഷമ മുഹമ്മദ് പാകിസ്ഥാനെ ഇന്ത്യ പരാജയപ്പെടുത്തിയതിൽ നിന്നുള്ള ദുഃഖത്തിൽ നിന്നാണത്രേ രോഹിത് ശർമ്മയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്. എത്ര ദയനീയമാണ് ഇന്ത്യയിലെ മീഡിയകളുടെ അവസ്ഥ എന്ന് തെളിയിക്കുന്ന വ്യക്തമായ കാഴ്ച. तो ये बात करते हैं शमा मोहम्मद यहाँ पे है. शमा जी नहीं आई एम नॉट गिविंग एनी स्टेटमेंट. व्हाट इज इट? नहीं, देखिए आप जिस तरह से जो बात सामने आई है उसमें ऐसा लग रहा है कि आप रोहित शर्मा पे जिस तरह से आपने डेरोगेटरी उनके मोटापे का मजाक उड़ा रही हो और एक अभद्र टिप्पणी. मैं बस पूछ रही हूँ कि आप क्या कहना चाहते हैं? नहीं, मेरा क्या है कि ये पहले तो मेरा ये व्यक्तिगत बयान है, आप ये रखो, ये मेरी पार्टी का बयान नहीं है. और दूसरी बात है, सेहत के बारे में बोला है. मैं फिट हूँ तो मैंने देखा एक स्पोर्ट्समैन फिट नहीं है उसके ऊपर बोला है. इतनी बड़ी बात आप लोग ने किया, क्यों मुझे समझ में नहीं आता. और मोदी जी भी अभी फिट इंडिया कर रहे हो ना. ഇവിടെ ഷമ മുഹമ്മദ് പറയുന്നത് ഫിറ്റായിരിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് അവർ പറഞ്ഞത്. മോദിയും ഫിറ്റ് ഇന്ത്യ എന്ന പേരിൽ ക്യാമ്പയിൻ നടത്തിയിരുന്നു. അപ്പോൾ ഈ ഗോദി മീഡിയ ആങ്കർ അവരോട് ചോദിക്കുന്നത് വിശ്വ ഹിന്ദു പരിഷത്ത് പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി, അതിനാലാണ് ഷമ മുഹമ്മദ് ഇങ്ങനെ പറയുന്നത് എന്ന്. VHP कह रही है कि पाकिस्तान को हराया इंडिया ने, इसलिए शमा मोहम्मद इस तरह की बात कर रही है. വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന തീവ്രവാദ സംഘടനയ്ക്ക് ഇവർ മുസ്ലിം ആയതിന്റെ കടിയാണ്. ഇവർ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? രോഹിത് ശർമ്മ ഓവർവെയ്റ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതിനെക്കുറിച്ച് ഇവർ നടത്തിയ ഒരു കമന്റാണ് ഈ ഗോദി മീഡിയകൾക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം. വീണ്ടും അവരുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുകയാണ് മൗഷ്മി. അതിന്റെ പേരിൽ ക്ഷമ ചോദിക്കുമോ എന്ന് ചോദിച്ച്. आपने ट्वीट डिलीट किया पर आपने अपॉलॉजी इशू नहीं की है. शमा जी मेरा सवाल आपसे है, आप एक प्रवक्ता है ना, नहीं अपॉलॉजी किसके लिए? मैं सेहत के बारे में बात किया है और कुछ नहीं है. എന്താണ് ക്ഷമ ചോദിക്കാനുള്ള ഇത്ര വലിയ കാര്യം? രോഹിത് ശർമ്മയുടെ ഫിറ്റ്നസിനെ കുറിച്ചാണ് ഇവർ പറഞ്ഞത്. അത് വളരെ ശരിയുമാണ്. രോഹിത് ശർമ്മയെ കളിയാക്കുകയോ അയാളുടെ കളി മോശമാണ് എന്ന് പറയുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ത്യയിലെ തീവ്രവാദികളായ RSSന്റെയും BJPയുടെയും VHPയുടെയും അജണ്ടയെ മുന്നോട്ട് നയിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഗോദി മീഡിയകളുടെ ഏക ലക്ഷ്യം. ഇവിടെ ഓർക്കേണ്ട മറ്റൊരു കാര്യം, ഏതാനും വർഷം മുൻപ് രോഹിത് ശർമ്മയെ BJPയുടെ MP ആയ കൊണകണ റണ്ണൌട്ട് തുണിയലക്കുകാരന്റെ പട്ടി എന്ന് വിളിച്ചതാണ്. എന്നാൽ അതൊന്നും BJPക്ക് RSSന് വിശ്വ ഹിന്ദു പരിഷത്തിന് ഒരു പ്രശ്നവും തോന്നിയില്ല. എല്ലാവരും ഒരുമിച്ച് നിന്ന് കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് രോഹിത് ശർമ്മ ട്വീറ്റ് ചെയ്തതാണ് കൊണകൊണയെ ചൊടിപ്പിച്ചത്.
അതിനാലാണ് അദ്ദേഹത്തെ അലക്കുകാരന്റെ പട്ടി എന്ന് ഈ നെറികെട്ട BJP MP വിളിച്ചത്. അത് മാത്രവുമല്ല, കർഷകരെ തീവ്രവാദികളെന്നും ഇതേ ട്വീറ്റിൽ തന്നെ അവർ വിളിക്കുകയാണ്. ആർക്കും ഒരു പ്രശ്നവും അന്ന് തോന്നിയില്ല. ഇവിടെ മനോരോഗി അർണാവ് പശുസ്വാമിയുടെ റിപ്പബ്ലിക് TV നടത്തിയ ഡിബേറ്റ് ആണ് ഇത്. കോൺഗ്രസ് വേഴ്സസ് രോഹിത് ശർമ്മ. ആരാണ് മതിപ്പുളവാക്കാത്തത്? ഇന്ത്യക്ക് 3 ലോകകപ്പ് നേടിത്തന്ന ക്യാപ്റ്റന്മാരിൽ ഒരാളായ രോഹിത് ശർമ്മയോ അതോ ഏറ്റവും പരാജയമായ കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയോ എന്ന് ചോദിച്ച് ഷമ മുഹമ്മദ് പറഞ്ഞതും രാഹുൽ ഗാന്ധിയുമായി എന്താണ് ബന്ധം? മനോരോഗി അർണാവ് പശുസ്വാമി. മോദിയുടെ നോൺ ബയോളജിക്കൽ ഇന്ത്യയിൽ മാത്രമാണ് ഇങ്ങനെയൊരു തീരാ മാനസിക രോഗി TV-യിൽ വന്ന് ഇതുപോലെ ഡിബേറ്റ് നടത്താനുള്ള അവസരമുള്ളത്. വിവേകമുള്ള ആളുകളുള്ള ഏതെങ്കിലും രാജ്യത്തായിരുന്നെങ്കിൽ ഇവന്റെയൊക്കെ സ്ഥാനം ഊളംപാറയിലായിരുന്നേനെ. ഇത് മാത്രവുമല്ല, മോദിയുടെ ഭ്രാന്ത് പിടിച്ച ഭക്തന്മാർ മുസ്ലിം ആയതിന്റെ പേരിൽ ഇന്ത്യക്ക് വളരെയേറെ വിജയം നേടിക്കൊടുത്ത മുഹമ്മദ് ഷമിയെ ഏതെല്ലാം രീതിയിലാണ് അപമാനിച്ചിട്ടുള്ളത് എന്ന് നോക്കിക്കൊള്ളൂ. ഇവിടെ വോയിസ് ഓഫ് ഹിന്ദുസ് എന്ന് പറഞ്ഞ ഒരു ഭ്രാന്തൻ എഴുതിയിരിക്കുന്നത് മുഹമ്മദ് ഷമി ഇന്ന് ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നുണ്ട്. എപ്പോഴും വിക്കറ്റ് എടുക്കുന്ന ഷമി ഇന്ന് പാകിസ്ഥാനെതിരെ കളിച്ചതിനാൽ വിക്കറ്റ് ഒന്നും എടുക്കാതെ തന്റെ തനി സ്വരൂപം വ്യക്തമാക്കിയെന്ന്. അതുപോലെ വേറെ ഒരു ട്വീറ്റിൽ ഇതേ ഭ്രാന്തൻ തന്നെ എഴുതിയിരിക്കുന്നത് ദേശസ്നേഹം റംസാനേക്കാൾ വലുതാണ് എന്ന് പറഞ്ഞ് മുഹമ്മദ് ഷമിയുടെ ഒരു പിക്ചർ പങ്കുവെച്ചുകൊണ്ടാണ്. കങ്കണയ്ക്ക് രോഹിത് ശർമ്മയെ പട്ടി എന്ന് വിളിക്കാം. BJPയുടെ ഏത് ഭ്രാന്തന്മാർക്കും മുസ്ലിം ആയതിന്റെ പേരിൽ ഇന്ത്യയുടെ കളിക്കാരെ എന്തും വിളിക്കാം. അതൊരു പ്രശ്നവുമല്ല. ഷമ മുഹമ്മദ് ഫിറ്റ്നസിനെ കുറിച്ച് പറഞ്ഞാൽ ഈ കാര്യത്തെക്കുറിച്ച് 127 പ്രാവശ്യമാണ് ഗോദി മീഡിയ ANI ട്വീറ്റ് ചെയ്തത്. എന്നാൽ കങ്കണ അദ്ദേഹത്തെ അലക്കുകാരന്റെ പട്ടി എന്ന് വിളിച്ചതിനെ കുറിച്ച് ഒന്നും അവർ പ്രതികരിച്ചില്ല. ഇതേ മൗഷമി സിംഗ് തന്നെ BJPയുടെ ചോദ്യം രാഹുൽ ഗാന്ധിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇത് BJP ചോദിക്കുന്ന ചോദ്യമാണ് എന്ന് പറഞ്ഞ് അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഏതാനും മാസം മുമ്പുള്ള ഒരു വീഡിയോ കണ്ടുകൊള്ളൂ. राहुल जी, हम लोग ने पहले भी देखा है कि आप लोग ने कई बारी जब सेशन होता है तो सत्ता पक्ष और विपक्ष आमने सामने होता है, JPC की मांग होती है और सेशन पे सेशन वॉश आउट हो जाते हैं और जनता का पैसा वेस्ट होता है. तो क्या आप അവർ ചോദിക്കുന്നത് പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ ഭരണകക്ഷിയും പ്രതിപക്ഷവുമായി തർക്കമുണ്ടാവുകയും അംബാനിയുടെ കൊള്ളയ്ക്കെതിരെയും സെബി ചീഫായിരുന്ന മാധവിപുരി ബുച്ചിന്റെ കൊള്ളയ്ക്കെതിരെയും ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുമ്പോൾ പാർലമെന്റ് സമ്മേളനം തടസ്സപ്പെടുകയാണ്. അതുവഴി ജനങ്ങളുടെ വളരെയധികം പണമാണ് നഷ്ടപ്പെടുന്നത്. ये तो बीजेपी की लाइन है. तो क्या नहीं, मतलब जनता का पैसा के सेशन वाटर आप ऐसी टी-शर्ट ले लो ना एक, मुझे मैं आपको दे टी-शर्ट लेने दूंगा. की जरूरत नहीं है. उनका वो सिंबल दे दूंगा आपको. ये उनकी लाइन है. അപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് ഇത് BJPയുടെ ചിന്താഗതിയാണ്. ഇങ്ങനെ മാധ്യമപ്രവർത്തക എന്നുള്ള വ്യാജേന നടക്കാതെ അന്തസ്സായി BJPയുടെ ടീഷർട്ടും ഇട്ട് സത്യസന്ധമായി നടക്കുന്നതല്ലേ നല്ലത് എന്ന്. सवाल आपको पसंद नहीं आए वो अलग बात है, पर आपको किसी नहीं, की सवाल तरफ मुझे से बहुत पसंद आ रहा है. इस तरह से उंगली उठाने की जरूरत नहीं. आप चेक बहुत अच्छा लग रहा है, बोलिए. BJP का बैच पहनने की आप जरूरत सवाल नहीं. पूछे ना, सवाल नहीं, आपको भी जयराम साहब ये बोलना चाहिए. नहीं, सवाल गलत पूछे. बात है. सवाल पूछे. मेरा बस ये सवाल था कि JPC की मांग पे कई बारी कामकाज ठप हो जाता है, तो क्या आपको लगता है कोई और भी राह आप लोग सड़क की राह इख्तियार कर सकते हैं, क्योंकि ये आम आदमी का पैसा है. ठीक. ചോദ്യം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞ് അവർ വീണ്ടും ചോദിക്കുകയാണ്. അവരുടെ ചോദ്യം JPC അന്വേഷണം വേണമെന്നുള്ള കാര്യത്തിലെ തർക്കത്തെ തുടർന്ന് പലതവണ പാർലമെന്റിന്റെ സമ്മേളനം തടസ്സപ്പെടുത്തുന്ന വഴി ജനങ്ങളുടെ വളരെയധികം പണമാണ് നഷ്ടപ്പെടുന്നത്. ഇതല്ലാതെ ജനമധ്യത്തിൽ ഇറങ്ങി സമരം നടത്തുന്നത് പോലെയുള്ള ജനങ്ങളുടെ പണം നഷ്ടപ്പെടുത്താത്ത വേറെ വല്ല വഴികളുമുണ്ടോ? हम जनता को एक रियलिटी बता रहे हैं कि यहाँ पे क्लियरली एक स्कैम हुआ है. यहाँ पे प्राइम मिनिस्टर ने इंडिकेट किया है, यहाँ पे होम मिनिस्टर ने इंडिकेट किया है, यहाँ पे फाइनेंस मिनिस्टर ने इंडिकेट किया है. नॉर्मली बीजेपी की ये पोजीशन होती है कि जब भी हम कोई मुद्दा उठाते हैं तो हम पार्लियामेंट का टाइम वेस्ट कर रहे हैं. वही पोजीशन आपने अपनाई है, इसलिए मैंने आपसे कहा कि देखिए आप बीजेपी की पोजीशन ले रही हैं. അപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്ന മറുപടി ഇവിടെ വ്യക്തമായി വലിയ സ്കാമുകളാണ് നടക്കുന്നത്. BJPയുടെ അടവ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എപ്പോഴെല്ലാം ഇങ്ങനെയുള്ള ഇഷ്യൂ ഉയർത്തിക്കൊണ്ടുവരുമോ അപ്പോഴൊക്കെ പാർലമെന്റിന്റെ സമയം വേസ്റ്റ് ചെയ്യുകയാണ് എന്ന് പറയുന്നതാണ്. എന്താണ് അവർ ഇവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്? ജനങ്ങളുടെ പ്രശ്നം പാർലമെന്റിൽ ഉയർത്തേണ്ടത് പ്രതിപക്ഷത്തിന്റെ കടമയല്ല എന്നാണോ? നാട്ടിൽ എന്ത് കൊള്ളയും അഴിമതിയും നടന്നാലും BJPയുടെ മന്ദഭക്തരെ പോലെ എല്ലാം വളരെ നല്ലതാണ് എന്ന് പറയുകയാണോ പ്രതിപക്ഷത്തിന്റെ കടമ?
എന്നെ കാണുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ, രാജ്യത്തിന്റെ പ്രശ്നങ്ങളിൽ മോദിയുടെ ബിസ്ക്കറ്റ് തിന്നുന്ന മീഡിയകൾക്ക് യാതൊരു താല്പര്യവുമില്ല. മോദിയിൽ നിന്നുള്ള ബിസ്ക്കറ്റും വാങ്ങി മോദി വിശ്വഗുരുവാണ് എന്ന് പറയുക മാത്രമാണ് അവരുടെ ലക്ഷ്യം. ദയവായി ഒരിക്കലും ഇന്ത്യയിലെ ദേശീയ മീഡിയകൾ എന്ന് പറയുന്ന ഒരു മീഡിയകളിലും വരുന്ന ഇത്തരം കോമാളിക്കളികൾ നിങ്ങൾ കണ്ട് അവരെ പിന്തുണയ്ക്കരുത്. കാണാൻ ആളുകളില്ലെങ്കിൽ ഇവർ ഒരുപക്ഷെ നന്നാകാനുള്ള ഒരു സാധ്യതയുണ്ട്. രാജ്യം ഇത്ര വലിയ പ്രതിസന്ധി നേരിടുന്ന ഈ നിർണായക സാഹചര്യത്തിലും ഇതുപോലുള്ള യാതൊരു കാര്യവുമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നൂറുകണക്കിന് ചർച്ചകൾ നടത്തി യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്ന ഈ മീഡിയകളെ ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയാതെ പോവരുത്.